എല്ലാരും പോകണം, എല്ലാരും പോകണം, മണ്ണാകും മായ വിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. നാം ഒന്ന് ചിന്തിക്കുന്ന നാശപുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. നാം ഒന്ന് ചിന്തിക്കുന്ന നാശപുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. എല്ലാരും പോകണം, എല്ലാരും പോകണം, മണ്ണാകും മായ വിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. അലറുന്ന ആഴിയിൽ അലതല്ലൽ മാറ്റുവാൻ ആയവൻ കൂടെയുണ്ട്. മേലിലായവൻ, മേലിലായവൻ കൂടെയുണ്ട്. അലറുന്ന ആഴിയിൽ അലതല്ലൽ മാറ്റുവാൻ ആയവൻ കൂടെയുണ്ട്. മേലിലായവൻ, മേലിലായവൻ കൂടെയുണ്ട്. പോകാൻ നമുക്കിന്ന് പാടാം നമുക്കൊരു ത്യാഗത്തിൻ ധ്യാനഗീതം, ഒരു ത്യാഗത്തിൻ ദാനഗീതം. പോകാൻ നമുക്കിന്ന് പാടാം നമുക്കൊരു ത്യാഗത്തിൻ ധ്യാനഗീതം, ഒരു ത്യാഗത്തിൻ ധ്യാനഗീതം. എല്ലാരും പോകണം, എല്ലാരും പോകണം, മണ്ണാകും മായ വിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. എന്തിനു നോക്കുന്നു, എന്തിനു നോക്കുന്നു, ചന്ദമാമി മായയെ. അയ്യോ ചന്ദമാം, അയ്യോ ചന്ദമാമി മായയെ. എന്തിനു നോക്കുന്നു, എന്തിനു നോക്കുന്നു, ചന്ദമാമി മായയെ. അയ്യോ ചന്ദമാം, അയ്യോ ചന്ദമാമി മായയെ. തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലെ നമുക്കായുണ്ട്, ഒരുവൻ മേലിൽ നമുക്കായുണ്ട്. തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട്, ഒരുവൻ മേലിൽ നമുക്കായുണ്ട്. എല്ലാരും പോകണം, എല്ലാരും പോകണം, മണ്ണാകും മായ വിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. നാം ഒന്ന് ചിന്തിക്കുന്ന നാശപുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. നാം ഒന്ന് ചിന്തിക്കുന്ന നാശപുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. എല്ലാരും പോകണം, എല്ലാരും പോകണം, മണ്ണാകും മായ വിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. ചവറ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും കരുനാഗപ്പള്ളി സെക്ഷൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ത്യ മഹാരാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചരിത്രത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഈ ചവറയുടെ മണ്ണിൽ ഞങ്ങളുടെ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ വന്ദനത്തെ അറിയിക്കുന്നു. വ്യാപാര സമുച്ചയങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന
ഞങ്ങളുടെ പ്രിയ വ്യാപാരി സുഹൃത്തുക്കൾ, വാഹന സഞ്ചാലകരായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹിതർ, യാത്രികരായി പാതയോരത്തിൽ ഞങ്ങളുടെ ശബ്ദസീമയെ ഞങ്ങളെ ശ്രവിക്കുന്ന സഹൃദയരായ യാത്രികർ, ഈ ചവറയുടെ പ്രാന്തത്തിൽ സഹൃദയരായി വസിക്കുന്ന ദേശനിവാസികൾ, ഞങ്ങൾ നിങ്ങളെ ഏവരെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കിരാത ആധിപത്യത്തിൽ നിന്ന് സമരമുറകളിലൂടെയും സമാധാന അഹിംസ സംവിധാനങ്ങളിലൂടെയും സ്വാതന്ത്ര്യം നേടിയെടുത്ത അതിന്റെ ആഘോഷമായി നാം 79ാമത് വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ന് ഈ പ്രാന്തത്തിൽ വന്നു നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്ത് എന്ന് ഞങ്ങൾ സാഹചര്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തോട് ഒന്ന് ഉദ്ഘോഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളം അക്ഷരാഭ്യാസമുള്ളവരുടെ മണ്ണാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഇംഗ്ലീഷുകാരെ വിളിച്ച ആ വിളിപ്പേര് ഇന്ന് കേരളത്തിന് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്കാര സമ്പന്നമായിരുന്ന ആദരവുകൾ, ബഹുമാനങ്ങൾ, ഗുരുത്വം, മാതാപിതാക്കളോടുള്ള ബഹുമാനങ്ങൾക്കെല്ലാം സമൂഹം നോക്കിക്കണ്ടുകൊണ്ടിരുന്ന വലിയ മാതൃകയുള്ള ഒരു മണ്ണായിരുന്നു കേരളത്തിന്റെ മണ്ണ്. പക്ഷേ ഇന്ന് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അനുദിനം പത്രമാധ്യമ വാർത്ത ദ്വാര നമ്മുടെ മുമ്പിൽ എത്തുന്ന സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയനെ വല്ലാതെ നടുക്കുന്നതാണ്, വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. കാരണം എന്താ? 1947 നമ്മുടെ ഭാരത രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ടും ഇന്നും നമ്മുടെ രാജ്യം ഏതൊക്കെയോ മേഖലകളിൽ എന്തിന്റെയൊക്കെയോ അടിമത്തത്തിൽ സമയം ചെലവഴിക്കുകയാണ്. അതിലെ പ്രധാനമായ ഒരു വിഷയമാണ് ലഹരിയുടെയും മദ്യത്തിന്റെയും പുകയില പദാർത്ഥങ്ങളുടെയും തേർവാഴ്ച നമ്മുടെ മണ്ണിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാം പ്രധാനമായി ചിന്തിക്കുമ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, MDMA പോലെയുള്ള, ചരസ് പോലെയുള്ള, ഹാഷിഷ് പോലെയുള്ള, കറുപ്പ് പോലെയുള്ള അത്യാധുനികമായ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ യുവതലമുറകളിൽ അനവരതം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലം. പണ്ട് കലാലയങ്ങളിൽ പാഠപുസ്തകങ്ങളും പേനകളും എഴുത്തു പെൻസിലുകളുമായിരുന്നു കുഞ്ഞുങ്ങളുടെ സഞ്ചിക്കകത്ത്, കവറിനകത്ത്, ബാഗിനകത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കുലക്കത്തികളും മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും പൊതിക്കെട്ടുകളുമാണ് അവിടെ പുസ്തകത്തിൽ നിന്ന് കണ്ടെടുക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത്? ഈ സംസ്കാര സമ്പന്നമായിരുന്ന അക്ഷരാഭ്യാസികൾ തിങ്ങിപ്പാർക്കുന്ന കൈരളിയുടെ മണ്ണ് മനുഷ്യ ജീവന്റെ അറവുശാലകളായി മാറ്റപ്പെട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ മാനുഷാദ എന്ന് ആക്രോശിച്ച മഹർഷി പ്രവരന്മാർ പടുത്തുയർത്തിയ ആർഷഭാരതത്തിന്റെ സംസ്കാരം. മനുഷ്യാത എന്ന് പറഞ്ഞാൽ ആകാശവികായസിൽ പറക്കുന്ന പർവ്വജാതികളെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് അഹിംസയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബന്ധങ്ങളുടെയും അടിത്തറ പാകിയ സംസ്കാരം പടുത്തുയർത്തിയ ഈ കേരളത്തിന്റെ മണ്ണ് പ്രായവ്യത്യാസമെന്നിയേ, ലിംഗഭേദമെന്നിയേ ഇന്ന് മനുഷ്യന്റെ കൊലപാതക പരമ്പരകളുടെ വലിയ ചരിത്രം വിളമ്പുന്ന മണ്ണായി മാറിയിരിക്കുകയാണ്. അതൊരു പക്ഷെ രാഷ്ട്രീയത്തിന്റെ പേരിലായിരിക്കാം, അതൊരു പക്ഷെ വർഗത്തിന്റെ പേരിലായിരിക്കാം, അതൊരു പക്ഷെ മതത്തിന്റെ പേരിലായിരിക്കാം, അതൊരു പക്ഷേ ആശയ വ്യത്യാസങ്ങളുടെ പേരിലായിരിക്കാം, അല്ല കുടുംബ ജീവിതത്തിന്റെ താറുമാറായ അന്തരീക്ഷത്തിന്റെ പിന്നാമ്പുറങ്ങളിലായിരിക്കാം, വർദ്ധിച്ചു വരുന്ന ലാഭേച്ഛകളുടെയോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ വ്യാപരിക്കുന്ന വല്ലാത്ത പ്രവണതകളുടെ
അടിസ്ഥാനത്തിലാകാം ഈ കിരാതമായ പ്രവണതകൾ നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും ഒക്കെ വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഹൃദയനെ നടുക്കുന്ന വല്ലാത്ത വർത്തമാനങ്ങൾ അതിൽ മുഴങ്ങിക്കേൾക്കുന്നു. എന്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും കിരാതമായ അടിമത്തത്തിൽ മതോമത്തനായി ഭവനാന്തരീക്ഷങ്ങളിൽ കയറി വരുന്ന പിതാക്കന്മാർ പിഞ്ചു ബാലികമാരെ തങ്ങളുടെ ഓമന കുമാരികളാണ് എന്ന് മനസ്സിലാക്കാതെ കാബാലികന്മാരെ പിച്ചു ചിന്തുന്ന വല്ലാത്ത ദുരന്ത കാഴ്ചകൾ. 10, 13, 11 വയസ്സുള്ള പിഞ്ചു ബാലികമാർ അപ്പന്റെ മാറിൽ താലോലിക്കപ്പെടേണ്ടവൾ, അപ്പന്റെ കൈകളിൽ പരിരളിക്കപ്പെടേണ്ടവൾ അതേ അപ്പനാൽ കിരാതമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. നാം ഈ അടുത്ത ദിവസങ്ങൾ വായിച്ചു 11കാരി 60 വയസ്സുള്ള അപ്പനാൽ ഗർഭവതിയാകുന്നു. 13കാരി 70 വയസ്സുള്ള തന്റെ മുത്തച്ഛനാൽ ഗർഭവതിയാകുന്നു. 10 വയസ്സുകാരി തന്റെ സഹപാഠിയായ 13 വയസ്സുകാരനാൽ ഗർഭവതിയാകുന്നു. ഇങ്ങനെ വല്ലാത്ത വർത്തമാനങ്ങൾ, മുമ്പെങ്ങും നാട്ടിൽ കേട്ടിട്ടില്ലാത്ത ദുരന്ത വർത്തമാനങ്ങൾ, അസാൻമാർഗികമായ അരങ്ങുവാഴ്ചകളൊക്കെ നാം കേൾക്കുമ്പോൾ അതിന്റെ പിന്നിലെ പ്രധാന കാരണത്തെ പരതി നോക്കുമ്പോൾ ചെന്നെത്തുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളുമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ഗവൺമെന്റ് കൂടിയാലോചിച്ചപ്പോൾ പ്രതിപക്ഷ മുന്നോട്ട് വെച്ച അവരുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെട്ടുണ്ടായി. അവരുടെ പ്രമേയം പാസാക്കപ്പെടുകയുണ്ടായി. യാതൊരു എതിർപ്പുമില്ലാതെ പാസ്സായതിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ അധികാരവർഗത്തിനും പ്രതിപക്ഷ വർഗത്തിനും ഒരുപോലെ മനസ്സിലായി നമ്മുടെ നാട് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും വല്ലാതെ അടിമത്വത്തിലായിപ്പോയിരിക്കുന്നു. നമ്മുടെ യുവതലമുറകൾ വല്ലാതെ ഈ നശല പദാർത്ഥങ്ങളുടെ നിരാളിപ്പിടുത്തത്തിൽ അമർന്നുപോയിരിക്കുന്നു. അതിൽ നിന്നും മോചനം ആവശ്യമാണെന്ന് ഇവിടുത്തെ സാംസ്കാരിക സംഘടനകൾക്ക് മനസ്സിലായി, ഇവിടുത്തെ രാഷ്ട്രീയ തത്വ സംഹിതകൾക്ക് മനസ്സിലായി, ഇവിടുത്തെ നിയമപാലകന്മാർക്ക് മനസ്സിലായി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പരസ്യയോഗത്തിന് പ്രസംഗിച്ചത് തഴവ മൂക്കിനടുത്തുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. ലഹരി മുക്തിക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ്സായി മജീഷ്യന്മാർ ക്ലാസുകൾ നയിക്കുന്നു, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു, സംവിധാനങ്ങൾ ഒരുക്കുന്നു. പോലീസ് മേധാവികൾ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ മുന്നോട്ട് വന്ന സ്കൂളുകളിൽ, കലാലയങ്ങളിൽ, ഇതര സംവിധാനങ്ങളിൽ അതിനുള്ള ക്ലാസുകൾ നയിക്കുന്നു. എന്നിട്ടൊന്നും നമ്മുടെ സമൂഹത്തിന് ഈ വല്ലാത്ത വിപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ വല്ലാത്ത പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ പരതി നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. വിദ്യാഭ്യാസമുള്ള MBBS-നും എഞ്ചിനീയറിംഗിനും ഒക്കെ പഠിക്കുന്ന ആൺപെൺ മക്കൾ വ്യത്യാസമില്ലാതെ അവർ വഴിയോരങ്ങളിൽ വിവസ്ത്രരായി ലഹരിയുടെ മതോന്മത്തതയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത കിരാതമായ കാഴ്ചകൾ. എവിടെയാണെന്നോ, എന്താണെന്നോ, ആരോടാണെന്നോ, എങ്ങനെയാണോ പെരുമാറുന്നതെന്ന് അറിയാതെ വല്ലാതെ വശമതരായി പോകുന്ന അവസ്ഥകൾ. എനിക്ക് അറിയാവുന്ന, വ്യക്തിപരമായി അറിയാവുന്ന ചില സംഭവങ്ങളുണ്ട്. ഗൾഫിലുള്ള മാതാപിതാക്കൾ അവരുടെ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ അധ്വാന ഫലം മകന്റെ ശുഭഭാവി ആഗ്രഹിച്ച് ലക്ഷങ്ങൾ എഞ്ചിനീയറിംഗിന് വേണ്ടി പഠിക്കുവാൻ മുടക്കി അവനെ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തു കൊടുത്ത് അയച്ചു. പക്ഷേ 5 വർഷം ആ കുഞ്ഞ് ആ കോളേജിൽ ചിലവഴിച്ചിട്ടും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയാതെ, പരീക്ഷ എഴുതുവാൻ കഴിയാതെ, സർട്ടിഫിക്കറ്റ് മേടിക്കുവാൻ കഴിയാതെ കാരണം അന്വേഷിച്ച് എന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്ത് ബാക്കി 4 വർഷങ്ങളും റൂം എടുത്ത് ലഹരിയുടെയും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും അടിമയായി അപ്പൻ പഠിക്കുവാൻ അയച്ചു കൊടുത്ത കാശ് മുഴുവനും തൂർത്തടിച്ച് നശിപ്പിച്ചു കളഞ്ഞ ഒരു യൗവനക്കാരനെ പറ്റി എനിക്ക് വ്യക്തിപരമായി അറിയാം. ഇത് പരസ്യ സ്ഥലമായതുകൊണ്ടും ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളുടെ സോഷ്യൽ മീഡിയയിലേക്ക് ലൈവ് ചെയ്യുന്നതുകൊണ്ട് പേര് വ്യക്തിപരമായി പറയുവാൻ ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആ സഹോദരന്റെ ലഹരിയുടെ അമിതമായ ഉപയോഗം നിമിത്തം നെർവ് സിസ്റ്റം മുഴുവനും തകർന്ന് ഒരു പ്രാകൃത മനുഷ്യനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ അവൻ വീട്ടിനകത്ത് പെരുമാറുവാൻ തുടങ്ങി. എന്റെ കണ്ണിന് മുമ്പിൽ ആ യുവ സഹോദരൻ തന്റെ മാതാവിന്റെ കഴുത്ത് ഞെരിക്കുന്ന കാഴ്ച കാണുവാൻ
ഇടയാണ്. ഏതായാലും അവന് വേണ്ടി ഞങ്ങളെ പോലെയുള്ള കുറച്ച് ദേവദാസന്മാർ പ്രാർത്ഥിക്കുകയും കൗൺസിൽ ചെയ്യുകയും ആവശ്യമായ ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്തതിന്റെ പരിണിത ഫലമായി അവൻ ഈ വലിയ വിപത്തിന്റെ ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് പുറത്തു വന്ന് അവന്റെ ഭവനത്തിന് അവനെ തിരിച്ചു കിട്ടി. നമ്മൾ കണ്ടു വാർത്തകൾ, കേരളത്തെ നടുക്കിയ വാർത്തകൾ കണ്ടു. 10-22 വയസ്സുള്ള മകൻ അപ്പനെ 26 വെട്ടുവെട്ടി കൊന്നതിന്റെ പിന്നിൽ വ്യാപരിച്ച ശക്തി ഏതെന്ന് ചോദിച്ചാൽ കഞ്ചാവിന്റെ വ്യാപാര ശക്തിയാണ്, ലഹരിയുടെ വ്യാപാര ശക്തിയാണ്. ആ ലഹരിയുടെ മതോന്മത്തതയിൽ തന്റെ അപ്പനെ നിഷ്കരുണം വെട്ടിനുറുക്കുകയാണ്. 5, 6, 7 പേരെ കൊന്നുകളയുവാൻ മടിക്കാതെ ലഹരിയുടെ മതോന്മത്തതയിൽ നടമാടിയ നവാസ് എന്ന് പറയുന്ന മകനെ നമ്മൾ മറന്നിട്ടില്ലല്ലോ. തന്റെ കുടുംബത്തെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്ത ആ സഹോദരന്റെ ദുരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? ഈ ലോകത്ത് നശ ഉപയോഗിച്ച്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്ന് പകൽ ഞാൻ ഇവിടെ നിന്ന് ഈ സന്ദേശം പറയുമ്പോൾ എത്രയോ യുവ സഹോദരങ്ങളാണ്, ബാലന്മാരാണ്, ബാലികമാരാണ് ഇന്ന് യാതൊരു സങ്കോചമില്ലാതെ പരസ്യ സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗിക്കുവാൻ അവരുടെ മൗലിക അവകാശത്തെ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിച്ച് വഷളത്വത്തിലേക്ക് പോകുന്നത്. സാൻമാർഗീയമായ മൂല്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വല്ലാതെ മുന്നേറുന്ന ഈ കാലയളവിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടും കൗൺസിലിംഗ് കൊടുത്തിട്ടും ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഇവിടുത്തെ സംവിധാനങ്ങളും ഭരണങ്ങളും നിയമങ്ങളും ഇവിടുത്തെ അധ്യാപക സമൂഹങ്ങളും ഈ ദേശത്തിന്റെ സകല കാര്യപരിപാടികളും കലാകാരന്മാരും ഒരുപോലെ പരിശ്രമിച്ചിട്ടും ഈ വിപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്തത് അക്ഷരാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല സുഹൃത്തുക്കളെ, മത സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ല, ഈ വല്ലാത്ത നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ കഴിയാത്തത് ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറവുള്ളത് കൊണ്ടോ കഴിവും പ്രാപ്തിയും അതിനുള്ള ആർജവമുള്ള നേതാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന്, നശീല പദാർത്ഥങ്ങളുടെ, ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ, നമ്മുടെ കൗമാരക്കാരെ, നമ്മുടെ പ്രായമുള്ളവരെ വിടുവിക്കുവാൻ കഴിയാത്തത്. ഞാനൊരു ആവറേജ് അധ്വാനിക്കുന്ന സാധാരണക്കാരന്റെ അധ്വാനത്തെ കുറിച്ച്, അവന്റെ വരുമാനത്തെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു വേദനാജനകമായ കാര്യമുണ്ട്. ആവറേജ് 1000, 1200, 1500 രൂപ ഒരു ദിവസം കൽപ്പണി ചെയ്തും മേശരിപ്പണി ചെയ്തും വെയിലിനെയും മഴയും വകവയ്ക്കാതെ രക്തത്തെ വിയർപ്പ് തുള്ളിയാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വൈകുന്നേരമാകുമ്പോൾ ആ ക്ഷീണം മറക്കാനും മാറ്റാനും എന്ന നിലയിൽ അവൻ ആ അധ്വാന ബലത്തെ കള്ളിനോ കഞ്ചാവിനോ മറ്റ് MDMA പോലുള്ള വിഷയങ്ങൾക്കോ ചിലവഴിച്ച് ഉന്മാദമായ അനുഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ അവന്റെ കുടുംബത്തെ മറക്കുന്നു, അവന്റെ കുഞ്ഞുങ്ങളെ മറക്കുന്നു, അവന്റെ സമൂഹത്തെ മറക്കുന്നു. ആ ഉന്മാദ അവസ്ഥയിൽ അവൻ കിരാതനായി മാറുകയാണ്. ആ കിരാതമായ സ്വഭാവത്തിനടിമയായി തന്റെ ഉന്മാദ മണ്ഡലത്തിൽ തന്റെ ഭാര്യയെ തനിക്ക് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൽ നിഷ്കരുണം കത്തിക്കിരയാക്കി തീർക്കുന്നു. തന്റെ കൈപ്പിടിയിൽ ഓമനിച്ച് വളർത്തപ്പെടേണ്ട മക്കളെ അവൻ കിരാതമായി വെട്ടിനുറുക്കുന്നു. മക്കൾ അമ്മയപ്പന്മാരെ നിഷ്കരുണം വധിച്ചു കളയുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരെ നിഷ്കരുണം വധിക്കുന്നു. അമ്മമാർ തങ്ങൾ 9 മാസം ഉദരത്തിൽ ചുമന്ന് പോറ്റി വളർത്തിയ മക്കളെ നിഷ്കരുണം വധിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിലെ ചേതോവികാരം നാം പഠിച്ചാൽ ലഹരിയുടെ അതിപ്രസരമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. വർദ്ധിച്ചു വരുന്ന റോഡ് ആക്സിഡന്റുകളെ കുറിച്ച് നാം വിലയിരുത്തിയാൽ നല്ലൊരു ശതമാനം, ഏതാണ്ട് 90-ലധികം ശതമാനവും അതിന്റെ പിന്നിലെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും അതിപ്രസരമാണ് എന്നുള്ളത് നിസ്സംശയം നമ്മുടെ സമൂഹത്തിലെ നിയമപാലകന്മാർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെയെങ്കിൽ 79-ാം വർഷത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ എന്റെ പ്രിയ ശ്രോതാവേ, എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, നമ്മുടെ നാട് വാസ്തവമായി സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടോ? പാപത്തിന്റെ കിരാതകളങ്ങളിൽ നിന്ന്, പാപത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മുടെ നാടിന് വിമുക്തി വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു.
സന്തോഷത്തോടെ, സ്വൈര്യതയോടെ, സമാധാനത്തോടെ അധ്വാനിച്ച് ലഭിക്കുന്ന നന്മകൾ അനുഭവിച്ച് ആരോഗ്യത്തോടെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു സമൂഹത്തെ വല്ലാതെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗ നിമിത്തം കിരാതമായ ഒരു അന്തരീക്ഷത്തിന് വഴിമാറ്റുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് മനുഷ്യനെ ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ കലാ സാഹിത്യങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ ഇസങ്ങൾക്കോ രാഷ്ട്രീയ മീമാംസകൾക്കോ ഇവിടുത്തെ ആചാര്യന്മാർക്കോ മത സംവിധാനങ്ങൾക്കോ നമ്മുടെ നാടിനെ ഈ വല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കുവാൻ കഴിയുന്നില്ല. പരിശ്രമങ്ങൾ പലമാതിരി, പല വിധത്തിൽ, പലയിടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നിഷേധിക്കുന്നില്ല. ആ സത്യത്തെ ഞങ്ങൾ മാറ്റിക്കളയുന്നില്ല. പക്ഷേ അതിനാൽ ഒന്നും പരിഹാരം വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ കാരണം ആരാഞ്ഞു ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത്, അതിന് മറുപടി ലഭിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മാത്രമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, പാപമെന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യന്റെ ഈ ദുരവസ്ഥയ്ക്ക് പിന്നിൽ വ്യാപരിക്കുന്ന വല്ലാത്ത കാരണം. പാപം എന്ന പ്രതിഭാസം എന്താണ്? പാപം ദൈവത്തിൽ നിന്നും, ദൈവിക വിഷയങ്ങളിൽ നിന്നും, ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും മുഖം തിരിഞ്ഞു പോകുന്ന അനുഭവമാണ് പാപം എന്ന് പറയുന്നത്. ദൈവത്തെ അനുസരിക്കേണ്ട മനുഷ്യൻ, ദൈവത്തെ ആദരിക്കേണ്ട മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യൻ, ദൈവത്തിനു വേണ്ടി ജീവിക്കേണ്ട മനുഷ്യൻ തങ്ങളുടെ ആത്മീക കർമ്മങ്ങൾ മറന്ന് ഈ ലോകത്തിൽ തങ്ങളുടെ ജഡത്തിന് സംതൃപ്തിക്ക് വേണ്ടി ദൈവത്തോടുള്ള അനുസരണവും വിധേയത്വവും വിട്ടുകളഞ്ഞ് ഈ ലോകത്തിന് പിന്നാലെ പോകുന്ന ഈ പ്രവണതയാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പാപം എന്ന ആ പ്രതിഭാസത്തിന്റെ കരാളഹസ്തങ്ങളിൽ വീണുടഞ്ഞ് ലോകത്തിന്റെ വല്ലാത്ത നശീല പദാർത്ഥങ്ങളുടെയും അസാൻമാർഗികതയുടെയും അധാർമികതയുടെയും നീരാളിപ്പിടുത്തത്തിൽ അമർന്നു പോകുന്ന മാനവകുലത്തെ രക്ഷിക്കാൻ ഇവിടുത്തെ കർമ്മപരിപാടികൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ ആചാരങ്ങൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ വിദ്യാബഹുലതകൾക്കോ വിദ്യാവിഹീനതകൾക്കോ കഴിയത്തില്ല. സകല മാനവനെയും കുചേല കുബേര വ്യത്യാസമെന്നിയെ, വർണ്ണവർഗ വ്യത്യാസമെന്നിയെ, വിദ്യാബഹുല വിദ്യാവിഹീന വ്യത്യാസമെന്നിയെ മാനവന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം, പാപ പങ്കലതയിൽ നിന്ന് അവനെ ഉദ്ധരിക്കുവാൻ അവതരിക്കപ്പെട്ട ഏകനാമം, ദൈവത്തിന്റെ ഓമനകുമാരനായി ദൈവത്തോട് ചേർന്നിരുന്ന, ദൈവത്തോട് സമർത്ഥനായിരുന്ന ഏകപുത്രൻ നമ്മെ പോലെ മനുഷ്യനായി, ദേഹധാരിയായി, കാലത്തികമെങ്കിൽ കന്യകയിൽ ജാതനായി, കാലിത്തൊഴുത്തിൽ കിടത്തപ്പെട്ടവനായി, കാൽവരിക്കുലക്കളത്തിൽ ക്രൂശിക്കപ്പെട്ടവനാ എനിക്ക് വേണ്ടി തന്റെ ജീവനെ അർപ്പിക്കുകയോ തന്റെ രക്തത്തെ ഒഴുക്കിത്തരികയും ചെയ്ത ഏകനാമം അത് യേശു ക്രിസ്തു എന്ന ഏകനാമമാണ്. ആ നാമത്താൽ അല്ലാതെ മാനവകുലത്തിന് പാപത്തിന്റെ കിരാതമായ അവസ്ഥകളിൽ നിന്ന് ഉദ്ധാരണം ഉണ്ടാകുന്നില്ല. പാപത്തിന്റെ കിരാതമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് മാനവനെ ഉദ്ധരിക്കുവാൻ ദൈവത്താൽ രൂപപ്പെട്ട ഏക പദ്ധതി സകല മാനവന്റെയും പ്രസ്താവിക്കുന്ന യേശു എന്ന ഏകനാമത്താൽ അതിൽ വിശ്വസിക്കുന്നവന് നല്ല മനുഷ്യനായി ജീവിക്കുവാൻ, പാപത്തിൽ നിന്ന് പുറത്തു വന്ന് ദൈവീക സ്വഭാവത്തിന് ഉടമയായി ജീവിക്കുവാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വിശുദ്ധ വേദപുസ്തകത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, പുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ ദൈവ മക്കളായി തീർന്ന ഏതു മനുഷ്യരോടും അനുഭവം ചോദിച്ചാൽ, ഈ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞങ്ങളുടെ ഇന്നലകളിലെ അനുഭവങ്ങളെ ചോദിച്ചാൽ, ഞങ്ങളുടെ ഇന്നലകളിലെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നിങ്ങളൊന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. ഞങ്ങളിൽ പലരും ഇതുപോലെ വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായി ഇവൻ തുലഞ്ഞിരുന്നെങ്കിൽ, ഇവൻ ചത്തുപോയിരുന്നെങ്കിൽ, ഇവളെ ഉണ്ടാകാതെ ഇരുന്നെങ്കിൽ എന്നൊക്കെ ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളെ കുറിച്ച് ചിന്തിച്ചോ ഒരു പിൻകാലം, ഒരു മുൻകാലം ഞങ്ങൾക്കുണ്ട്. എന്നാൽ യേശു എന്ന പാപവിമോചകൻ ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ രക്ഷിതാവായി, ഞങ്ങളുടെ ജീവിതത്തിൽ മതത്തിനതീതമായി, തത്വങ്ങൾക്കതീതമായി, ഈശ്വരങ്ങൾക്കതീതമായി, തത്വമീമാംസകൾക്കതീതമായി ഞങ്ങളുടെ വ്യക്തിപരമായ രക്ഷകനായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ആ നാഴിക മുതൽ പറയുവാൻ കഴിയും, പിന്നീട് ഇങ്ങനെയുള്ള
യാതൊരു തിന്മകൾക്കും അസാൻമാർഗികതകൾക്കും അധാർമികതകൾക്കും ഞങ്ങളുടെ മേൽ അധികാരം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ പാപത്തിന്റെ സകല ബലത്തെയും കാൽവരി കുലക്കളത്തിൽ ആയുധവർഗം വെപ്പിച്ച് അതിന് പിന്നിൽ മാനവനെ തെറ്റിച്ചു കളയുവാൻ പ്രേരക ശക്തിയായി വ്യാപരിച്ച പൈശാചിക ബലത്തെ സർവായുധവർഗം വെപ്പിച്ച് എന്നേക്കുമായി ജയം തന്ന ആ യേശു എന്ന രക്ഷകനെ ഇന്ന് പകൽ ഹൃദയം തുറന്ന് വിശ്വസിക്കുവാൻ, മനസ്സ് തുറന്ന് അംഗീകരിക്കുവാൻ. സുഹൃത്തെ, അതിന് കർമ്മങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട, തീർത്ഥയാത്രകൾ വേണ്ട, പുണ്യസ്നാനങ്ങൾ വേണ്ട, മലകൾ കയറേണ്ട, അധ്വാന ബലത്തെ ചിലവഴിക്കേണ്ട. നീ ആയിരിക്കുന്ന ഇടത്ത്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ യേശുവിനെ കൊണ്ട് കണ്ണുകളെ ഉയർത്തി നിന്റെ ഹൃദയം തുറന്ന് യേശുവിനോട് പറ, യേശുവേ, എനിക്ക് പാപത്തിൽ നിന്ന് മുക്തി ആവശ്യമാണ്, എനിക്ക് പാപവിമോചനം ആവശ്യമാണ്. ഉലകത്തിന്റെ പാപവിമോചകനായി ഇവിടെ മറ്റൊരു മാർഗവുമില്ല എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഹൃദയത്തിൽ കർത്താവായി ഇന്ന് പകർന്ന് വാഴണമേ എന്ന് ഹൃദയം തുറന്നെന്ന് പറഞ്ഞാൽ, നീ എത്ര വലിയ പാപിയാണെങ്കിലും കുലപാതകിയായ ഗീതാകൃഷ്ണനെ പൂജപ്പുര സെൻട്രൽ ജയിലിന് മാനസാന്തരപ്പെടുത്തുവാൻ കഴിയാതെ ഇരുന്നിടത്തേക്ക് ഒരു സുവിശേഷത്തിന്റെ പ്രതിയിൽ എഴുതപ്പെട്ട ചില ആപ്തവാക്യങ്ങൾക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ, ആ ഗീതാകൃഷ്ണനെ നല്ല മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുമെങ്കിൽ, മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന റെനി ജോർജ് എന്ന കൊലപാതകിയെ കരിക്കീൻ കൊലപാതക കേസിലെ പ്രതിയായിരുന്ന ആ മനുഷ്യനെ, റെനി ജോർജിനെ നല്ല മനുഷ്യനാക്കി, നാടിനും നാട്ടുകാർക്കും കൊള്ളാവുന്നവനാക്കി, അവനെ ദൈവത്തിന്റെ പുത്രനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ, നിന്റെ പാപം എത്ര വലുതുമായിക്കൊള്ളട്ടെ, നിന്റെ അവസ്ഥ എത്ര കഠോരവുമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് നിന്നെ ഉദ്ധരിക്കാൻ കഴിയുന്ന യേശുവിനെ വേണമെന്ന് നീ ഹൃദയം തുറന്നു പറഞ്ഞാൽ, യേശു നിന്നിലേക്ക് വരികയാണ്. യേശു നിന്റെ കർത്താവായി, നിന്റെ രക്ഷിതാവായി നിന്റെ ജീവിതത്തിലേക്ക് അടുത്തു വരികയാണ്. സുഹൃത്തെ, താല്പര്യമുണ്ടോ? ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഈ 79ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേനാൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഉദ്ഘോഷിക്കുമ്പോൾ, മാനവ രക്ഷയ്ക്കായി മണ്ണിൽ അവതരിച്ച് സർവസ്വാതന്ത്ര്യം നൽകിത്തന്ന ആ അരുമരക്ഷകനെ നമ്മുടെ കർത്താവായി സ്വീകരിക്കാൻ, നമ്മുടെ നായകനായി സ്വീകരിക്കാൻ, നമുക്ക് ജയോത്സവമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാം എന്ന ആഹ്വാനത്തോടെ നല്ല ഒരു സ്വാതന്ത്ര്യ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപയാലത്രേ ആത്മരക്ഷ, അതു വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം ദാനം ദാനം. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോൻപുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. നന്മകൾ, നോൻപുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. കൃപയാലത്രേ ആത്മരക്ഷ, അതു വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. രക്ഷകന്റെ സന്നിധി ചെല്ലുക, നിന്റെ പാപമെല്ലാം തന്റെ മുൻപിൽ ചൊല്ലുക. തന്റെ യാഗമൂലം ഇന്നു നിന്റെ പാപമെല്ലാം പോക്കി നിന്നെ ദൈവ പൈതലാക്കി മാറ്റുമേ. കൃപയാലത്രേ ആത്മരക്ഷ, അതു വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം ദാനം ദാനം. ഈ ലോക ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. നരകശിക്ഷയിൽ നിന്നു വിടുതൽ നേടുവാൻ ഇന്നു വരിക രക്ഷകന്റെ സന്നിധേ. കൃപയാലത്രേ ആത്മരക്ഷ, അതു വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം ദാനം ദാനം.
സാമൂഹിക തിന്മകളിൽ നിന്ന് മാറ്റുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ ചില നിമിഷങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ വചനത്തെക്കുറിച്ച് രക്ഷകന്റെ സത്യസുവിശേഷം നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇവിടെ സമീപത്ത് നല്ലെഴുത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഒരു സഭയുണ്ട്. നിങ്ങൾക്ക് അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനുമായി നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനായിട്ട് കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായിട്ട് അവിടെ ഏത് സമയത്തും അവിടെ പ്രാർത്ഥന നടക്കുന്ന ഉണ്ട് എന്ന് ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനാം യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഇന്ന് രാവിലെ ഈ പരിസര സ്ഥലത്ത് ഉയർത്തുവാൻ സ്വർഗത്തിലെ കർത്താവ് ഇടയാക്കിയ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഈ ദേശനിവാസികൾക്കായി നന്ദി പറയുന്നു. ഈ ദേശത്തിലെ വ്യാപാരി വ്യവസായികളായി, ഓട്ടോ ഡ്രൈവേഴ്സായി, മറ്റു വിവിധ മേഖലകളിൽ ഉപജീവന മാർഗങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മാറ്റമില്ലാത്ത രക്ഷയുടെ സുവിശേഷം കേട്ട എല്ലാവരും കർത്താവ് നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുവാൻ, നിത്യജീവനെ അറിയുവാൻ, ആരും നരകത്തിന് ഓഹരിക്കാരായി തീരാതവണ്ണം ദൈവികമായ സന്തോഷത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സാന്നിധ്യം ആദ്യോടൊന്നും കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. തുടർന്ന് നടക്കുന്ന ആ സ്തോത്രം ദൈവിക വചനം പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാരെ കർത്താവ് സഹായിക്കുന്നതിനായിട്ടും നന്ദി പറയുന്നു. മഹത്വം അവിടുത്തേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.